അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മഹത്യയുടെ അവസ്ഥയിലെത്തിയ നിമിഷങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നും നിനക്ക് വിടുതൽ തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നീ സ്തോത്രം ചെയ്യണം. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ കൂടി കർത്താവ് പറയുന്നത്, മരണകരമായ അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുകൊണ്ടാണോ നീ ഇരിക്കുന്നത്? നെടുനാളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിടുതലില്ലേ? നിരാശയാണോ നിന്റെ ജീവിതത്തിലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. ഈ 30-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തകർന്ന ഹൃദയത്തോടെ നീയൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ അതിന്മേൽ വിടുതൽ നൽകുവാൻ പോകുന്നു. അല്ലാതെ ഇനി എനിക്ക് എന്ത് ജീവിതം, ഇങ്ങനെയൊക്കെ അങ്ങ് മുമ്പോട്ട് പോകും, കുറച്ചു കഴിയുമ്പോ ഒന്നും മരിച്ചു പോകുമെന്നുള്ള ചിന്തയല്ല വേണ്ടേ. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തോട് ഈ അവസ്ഥ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം എനിക്ക് വിടുതൽ നൽകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അരുമനാഥൻ എന്നോടും നിങ്ങളോടും പറയുന്നു. ഇവിടെ എന്താ? യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അല്ലേ? നീ എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ഇത് വായിച്ചാൽ പോരാ, ഈ വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുണ്ടോ, പരിഹസിക്കുന്നവരുണ്ടോ എങ്കിൽ അവർ അങ്ങനെ ചെയ്യുമ്പോൾ നീ കർത്താവിനോട് പ്രാർത്ഥിക്ക്, കർത്താവേ അവരിങ്ങനെ നിന്ദിക്കുവാൻ ഇട വരുത്തരുത്. കർത്താവ്, ഇതിന്റെ മധ്യത്തിൽ ഞാൻ തളരുവാൻ അനുവദിക്കരുതേ. ഇപ്പൊ കർത്താവിന്റെ ജീവിതത്തിൽ ആരാധനയെ കുറിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ആരാധിക്കുന്ന ഭവനത്തിൽ ആരാധിക്കാൻ പാടില്ല. മറ്റുള്ളവരൊക്കെ പരിഹസിക്കാം, അല്ലെങ്കിൽ കുറ്റം പറയാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ നാം തളരാതെ നിൽക്കുന്നു. കാരണം നാം അവിടെ ആരാധന തുടങ്ങിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, അല്ല നമ്മളുടെ ആഗ്രഹപ്രകാരം ഒന്നുമല്ല. ഇല്ലെങ്കിൽ ദൈവം ആ തുടക്കത്തിലെ അത് നടത്തുവാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു ശത്രു നുഴഞ്ഞു കയറിയത് തടസ്സപ്പെടുത്തിയെങ്കിലും ഇതാ തൊട്ടടുത്ത് തന്നെ അതിനുള്ള അവസരം കർത്താവ് ഒരുക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആരാണോ തടസ്സപ്പെടുത്തിയ ശത്രു, ആ ശത്രു കേൾക്കത്തക്ക വണ്ണം തന്നെ ആരാധിക്കുവാൻ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ആ ശത്രു കേൾക്കുവാൻ തക്കവണ്ണം മറ്റൊരു സ്ഥലം ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, അവിടെ ആരാധന തുടങ്ങിയത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. നമ്മളാരും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ആരാധിക്കണം എന്നുണ്ട്, പക്ഷെ അവിടെ തുടങ്ങണം എന്നുള്ള ആരാധന നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ദൈവം അനുവദിച്ചില്ല, നടക്കില്ല. എന്നാൽ അവിടെ നിന്നും മാറ്റപ്പെടണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ദൈവം അവിടെ വഴി ഒരുക്കി കൊടുത്തു. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ആ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ളത്. അവന്റെ മുഖത്തേക്ക് നോക്ക്, അവന്റെ മുഖത്തേക്ക് നോക്ക്. ഒരിക്കലും നാം ലജ്ജിച്ചു പോവുകയില്ല. മറ്റുള്ളവരോട് നമുക്ക് ധൈര്യത്തോടെ പറയാം. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? എന്നെ കുറിച്ച് ശത്രുക്കൾക്ക് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശ്വാസ പാറ പോലെ ഉറച്ചതായതുകൊണ്ട് ദൈവം നമുക്ക് അതിന്മേൽ വിടുതൽ നൽകുന്നു. ഇല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും വിടുതൽ നമുക്ക് ലഭിക്കുന്നില്ല. എന്റെ കാല് പൊട്ടിയിട്ട് 18 ദിവസമായി. ശക്തിയായ വേദനയൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ 2 നേരം എന്റെ വലതുകരം വെച്ച് പ്രാർത്ഥിക്കും, കർത്താവേ അവിടെ നിന്ന് എന്റെ കാലിന് പൂർണ്ണ സൗഖ്യം തന്ന മഹാകൃപയ്ക്കായി സ്തോത്രം. ഇന്നും അല്പം ചോരയുണ്ടായിരുന്നു ഡ്രസ് ചെയ്യാൻ പോയപ്പോൾ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? അപ്പൊ അതുകൊണ്ട് എന്താ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നു, നടക്കുവാൻ സാധിക്കുന്നു. ഇന്നലെ അവിടെ സംസ്കാരത്തിന് പോയപ്പോൾ മണിക്കൂറോളം നിന്നു. ഇന്ന് വൈകുന്നേരം രാത്രിയൊക്കെ നല്ല വേദനയായിരുന്നു. എന്നാൽ ഇന്ന് വെളിച്ചായപ്പോൾ വേദന കുറഞ്ഞു, എങ്കിലും ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നും കരം വെച്ച് പ്രാർത്ഥിച്ചതാ. പക്ഷേ ഒരു അവിശ്വാസം ഇത് കണ്ടാൽ വട്ടാണെന്ന് പറയൂലേ, ചോരോടും എടുത്ത് സൗഖ്യം തന്നു. എന്ത് സൗഖ്യാന്ന് ചോദിക്കും. ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ അറ്റൻഡറോട് പറഞ്ഞു, കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പൂർണ്ണമായിട്ടുള്ള കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. ഇല്ല, അത് പൂർണ്ണമായി ഉണങ്ങി. നിങ്ങളെന്താ എന്നിട്ട് അതിന് ചോര വന്നുകൊണ്ടില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയതേ. ഞാൻ അവരോട് പറഞ്ഞു, വിചാരിച്ച് നിങ്ങളൊന്നും അമർത്തല്ലേട്ടാ, അമർത്തൊന്നും വേണ്ട. അവരിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാനേ. അവർ ഹിന്ദുവാ, അവരമർത്തിയൊന്നുമില്ല. പിന്നെ ചോര വരും. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഇപ്പൊ എനിക്ക് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടായി. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ
ധാരാളം നടക്കണം, ഇവിടുന്ന് ആഹാരം കഴിച്ച് ഉടനെ പോകണം. മനസ്സിലായോ? അപ്പോൾ ഈ നടപ്പ് തന്നെയാ. എങ്കിലും ഞാൻ ഇങ്ങനെ 2 നേരം പ്രാർത്ഥിക്കണം. ആദ്യത്തെ ദിവസമൊക്കെ സൗഖ്യം തന്നെ. ഇത് എന്തുകൊണ്ട് മാറുന്നില്ല? എന്താ എന്റെ തെറ്റ്? എന്തെങ്കിലും സംസാരം, പ്രവൃത്തി, നോട്ടം, ചിന്ത, നിരൂപണങ്ങൾ, കൊടുക്കൽ ഭാഗങ്ങളിലൊക്കെ തെറ്റുപറ്റോ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അപ്പ ഓർത്ത എല്ലാം അപ്പ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എപ്പോഴാ വന്നേന്ന് അറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ജോലിയുടെ കാര്യം തന്നെ അല്ലേ. ചൊവ്വാഴ്ച വന്നു, ഈ വ്യാഴാഴ്ച വരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഒരു വ്യാഴാഴ്ച പോരാ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, പക്ഷെ എനിക്ക് ഇവിടെ ട്യൂബ് ശരിയാക്കാൻ നിങ്ങൾ ചൊവ്വാഴ്ച തന്നെ വന്നെന്നു. ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച നിങ്ങളുടെ സൗകര്യം, പക്ഷെ ഈ ട്യൂബ് ശരിയാക്കാനായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച നാളെ ഞാൻ വന്നേക്കാൻ നമ്പിയാനായിട്ടാണ്. പക്ഷെ സംഭവിച്ചതെന്താ? അതുകൊണ്ട് എപ്പോഴാണ് കർത്താവ് വരുന്നത്, അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ മാറ്റപ്പെടുമെന്ന് അറിയില്ല. അപ്പൊ എന്തെങ്കിലും സംസാര, പ്രവൃത്തി, നോട്ടം, ചിന്ത, നിരൂപണം, കൊടുക്കൽ വാങ്ങൽ, ഇത് തെറ്റുപറ്റിപ്പോയ റോഡിലാണെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ നീ എവിടെ ഇരിക്കുന്നു, ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. കർത്താവേ, അടിയങ്ങൾ ചിന്തിച്ചോ പ്രവർത്തിച്ചു പോയി ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ശത്രുക്കളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ വിശ്വസിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ, നീ ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ മുമ്പേ ഞാൻ നിനക്ക് മേശ ഒരുക്കും. നീ ഇന്നു മുതൽ നീ ഭാരപ്പെടേണ്ടതില്ല. അടുത്തത് 10-ാമത്തെ വചനം പറയുന്നു, യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഇതാണ്. കർത്താവേ, അടിയനോട് കരുണ തോന്നണമേ. യഹോവയായ ദൈവമേ, അടിയനോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അച്ചട്ടായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. കണ്ടോ? യഹോവ എന്റെ രക്ഷകനായിരിക്കണമേ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണത്. കർത്താവേ, അവിടെ നിന്ന് രക്ഷകനായിരിക്കണം. എന്റെ രക്ഷകൻ അവിടെ നിന്ന് മാത്രമാണ്. ആ രക്ഷയുടെ തണലിൻ കീഴിൽ ഞാൻ ഈ ദുഷ്ടലോകത്ത് ജീവിക്കും എന്ന് പറഞ്ഞാൽ, ദുഷ്ടലോകത്ത് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യേ എന്റെ രക്ഷകന്റെ കീഴിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല. അതാണ് ഇപ്പൊ ആരാധനാലയം മാറ്റി കർത്താവിന്റെ ദാസം വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം, ഒരു പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഒരാള് ആലയം പണിതു കൊടുക്കാൻ സന്നദ്ധനായി എന്ന്. കണ്ടോ? അപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കർത്താവേ, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ, അത് സഹിച്ചുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ട് ഞാൻ അടിയാൽ ഒരു ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിശ്വാസത്തെ പരീക്ഷിച്ച കർത്താവ് വിശ്വാസം ശക്തമാണെന്ന് കണ്ടപ്പോൾ അവിടെ അവസ്ഥ വേറെ ഒരുക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുക്കില്ല. അപ്പോൾ പ്രശ്നങ്ങള് പിന്നെ വന്ന് ഭവിക്കും. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഇങ്ങനെ അനുഭവിച്ചവരെ ആരൊക്കെ ഉണ്ട് ഇവിടെ? എല്ലാവരും അത് തന്നെയാണ്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്റെയും നിന്റെയും ജീവിതത്തിൽ കരച്ചിലിന്റെയും കണ്ണുനീരിന്റെയും വേദനിക്കുന്നതിന്റെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ആ വിലാപത്തെ നൃത്തമാക്കി സന്തോഷമാക്കി കർത്താവ് തീർത്തു എന്ന് പറഞ്ഞ ഹനുമനാഥൻ നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം വരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ സഹായിച്ചു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ 30-ാമത്തെ സങ്കീർത്തനത്തിൽ കൂടി കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയം മരണത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന വിധത്തിൽ നിന്റെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ മകനെ, മകളെ, നീ പേടിക്കണ്ട, അതിൽ നിന്ന് നിനക്ക് ഞാൻ വിടുതൽ നൽകുവാൻ പോകുന്നു. നീ ഒന്ന് മാത്രം ചെയ്യുക, തകർന്ന ഹൃദയത്തോടെ എന്നോട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്മേൽ സ്വർഗം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്ന്, സ്വർഗം ഈ ദിവസങ്ങളിൽ അനുഗ്രഹം അയക്കുമെന്ന് 30-ാമത്തെ സങ്കീർത്തനത്തിൽ കൂടി ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള കർത്താവായ യേശു തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയത്ത് നമുക്ക് വചന ശുശ്രൂഷയാണ്. അതിനു മുൻപ് 4-5 വിഷയങ്ങൾ